പീതാംബരം ഗരവിരാജിതശങ്കചക്ര കൗമോദഗീതരതിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശവനിശം ഹൃദിഭാവയാമി. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് ഭാഗവതാമൃതത്തിൽ നമ്മൾ കണ്ടത് വിപ്രപത്നിമാരെ ഭഗവാൻ അനുഗ്രഹിച്ച കാര്യമാണ്. അന്നദാനം അല്ലെങ്കിൽ വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്നതാണ് പരമമായിരിക്കുന്ന സൽക്കർമ്മം. ഗൃഹസ്ഥൻ ചെയ്യേണ്ട ധർമ്മത്തിൽ നരയജ്ഞം എന്ന വിഭാഗത്തിലാണ് ഈ ഭക്ഷണം കൊടുക്കുന്നത് വരുന്നത്. അപ്പം അത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ശ്രേയസ്സിന്. ഭൂതയജ്ഞം എന്ന് പറഞ്ഞാൽ ജീവികൾക്ക് ആഹാരം കൊടുക്കലാണ്. ഇതൊക്കെ മനുഷ്യന് ചെയ്യണം എന്നാണ്. ആഹാരം കൊടുക്കുക എന്നതിൻ്റെ ആ ഒരു പ്രാധാന്യം കൂടി ആ കഥയിൽ കൂടെ വരുന്നു. പിന്നെ ഭക്തിയുടെ പ്രാധാന്യമാണ്. കർമ്മം ചെയ്തിട്ടൊന്നും ഭഗവാൻ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. ഭഗവാനുള്ള ഭക്തിയാണ് പ്രാധാന്യം എന്ന് കണ്ടു. ഇനി അതിനെ തന്നെ കാണിക്കുന്ന വേറൊരു കഥയാണ് ദേവേന്ദ്രൻ്റെ അഹങ്കാരം തീർക്കാൻ വേണ്ടിയിട്ട് ഇന്ദ്രയജ്ഞഭംഗം എന്ന കഥാഭാഗം. അതായത് ഭഗവാൻ അഭി തത്രൈവ ബലസേവേന സംയുത അവശ്യൻ നിവസൻ ഗോപാൻ ഇന്ദ്രയാഗകൃതോദ്യമാൻ. ഇന്ദ്രന് യാഗം കൊടുക്കുന്ന ചില ഒരുക്കങ്ങൾ താൻ കാണുകയാണ്. അത് ഭഗവാൻ അത് അറിയാഞ്ഞിട്ടല്ലെങ്കിലും അറിയാത്ത പോലെ ചോദിച്ചു. അങ്ങനെയാണല്ലോ ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ. തത് അഭിജ്ഞോപി ഭഗവാൻ അറിയും എങ്കിലും അഭിജ്ഞോപി അറിയാത്ത കാര്യമുണ്ടോ ഭഗവാൻ? സർവാത്മാ സർവദർശൻ. അതിൻ്റെ കാരണം പറഞ്ഞു എല്ലാം കാണുന്നവനും എല്ലാറ്റിനെയും സർവാത്മാവും ഭഗവാനുമായിട്ടുള്ള അദ്ദേഹത്തിന് എന്താ അറിയാത്തത്? എന്നാലും അറിയാത്ത പോലെ ചോദിച്ചു. എന്ത്? കത്യതാമേ പിതക്കോയം സംഭ്രമോ ബഹുഭാഗത. അച്ഛാ, എന്തിനായിക്കൊണ്ടാണ് നിങ്ങളുടെ ഇപ്പോൾ ഈ ശ്രമം എന്ന് ഞാൻ അറിയണില്ല. അവല അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. കിം ഫലം കസ്യ ചോദ്ദേശക്കേന വാസത്യതേമക. ഒരു യാഗത്തിനുള്ള പുറപ്പാടാണ്. ഈ യാഗം കൊണ്ടിപ്പോൾ നിങ്ങൾക്ക് എന്താണ് അച്ഛനും ബാക്കിയുള്ളവർക്കും ഇവിടെ നന്ദഗോപുരക്കും ഗോകുലത്തിലുള്ളത് കിട്ടാൻ പോകുന്നത്? എന്തുദ്ദേശത്തിൽ എന്ത് കിട്ടാനായിക്കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് എനിക്കൊന്ന് അറിയണം. ഇത് ഭഗവാൻ ചോദിച്ചു. ചോദിച്ചു, കുട്ടി, നമ്മൾ ഈ പശുക്കളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ പശുക്കൾക്ക് ഏറ്റവും വേണ്ടത് പുല്ലല്ലേ? ഈ പുല്ലുണ്ടാവണം വെച്ചാൽ മഴയുണ്ടാവണം. മഴയില്ലെങ്കിൽ പുല്ല് മുളയ്ക്കില്ല അല്ലേ? മഴ കുറഞ്ഞാൽ പുല്ലുണ്ടാവില്ലല്ലോ. ഈ മഴ പെയ്യിക്കുന്നത് ആരാണ്? ഇന്ദ്രൻ. അപ്പോൾ ആ ഇന്ദ്രനെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്. എല്ലാ വർഷവും ഇന്ദ്രന് യാഗം കൊടുക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം യാഗം കൊടുക്കുന്നത് എന്ന് നന്ദഗോപര് ഭഗവാനെ അറിയത്തക്ക വിധം പറഞ്ഞു. തച്ഛേഷേണോപജീവന്തി തിവർഗബലഗേതവേ പുംസാം പുരുഷകാരാണാം പർജന്യബലഭാവന. മഴ ഇല്ലെങ്കിൽ ഈ ലോകം തന്നെ ഉണങ്ങിപ്പോവും. കുടിക്കാനൊരു തുള്ളി വെള്ളമോ മറ്റ് യാതൊരു കൃഷി വിഭവങ്ങളോ പിന്നെ ഉണ്ടാവില്ല. നെല്ലാവട്ടെ, ഫലവർഗ്ഗങ്ങളാവട്ടെ, ധാന്യങ്ങളാവട്ടെ, മുഴുവൻ പട്ടിണിയാവും ഫലം മഴയില്ലെങ്കിൽ. അതുകൊണ്ട് കൃഷ്ണ, ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തേണ്ടത് നമ്മുടെ എല്ലാം അത്യാവശ്യമാണ് എന്നാണ് നന്ദഗോപര് വാദിച്ചത്. ഇപ്പോൾ ഭഗവാൻ അവിടെ ലേശൊരു യുക്തിവാദം പ്രയോഗിക്കുകയാണ്. അച്ഛാ, ഇതിൽ കാര്യമുണ്ടോ എന്നെനിക്ക് തോന്നുകയാണ്. ഒരു മനുഷ്യനാൽ ആണെങ്കിൽ അവൻ്റെ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് കർമ്മം കൊണ്ടാണ് എന്നാണ് എനിക്ക് നാം മനസ്സിലാക്കിയെടുത്തോളം തോന്നണത്. കർമ്മണ ജായതേ ജന്തു കർമ്മണേവ വിലീയതേ. ദുഃഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണൈവാഭിബദ്ധ്യതേ. നമ്മുടെ കർമ്മം കൊണ്ടാണ് നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാവുന്നത്. അതിപ്പോൾ ഈ ജന്മത്തെ ഈ വക കർമ്മങ്ങളെ കൊണ്ടോ ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തിയത് കൊണ്ടോ അല്ല. അശ്വിതേർ ഈശ്വര കശ്യൽ. എല്ലാവരുടെ ഫലങ്ങളെയും നിയന്ത്രിക്കാനായിക്കൊണ്ട് ഈശ്വരൻ എന്നൊരാളുണ്ട്. ആ ഈശ്വര നിശ്ചയപ്രകാരം ഒരുവൻ്റെ കർമ്മമാണ് അവന് ബലമായിട്ട് ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ഏത് കർമ്മം? കഴിഞ്ഞ ജന്മത്തെ കർമ്മം ഉദ്ദേശമുണ്ട്. അപ്പം കർമ്മമാണ് ഒരു മനുഷ്യൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ കർമ്മം ചെയ്യുകയാണ് ഇന്ദ്രൻ. അപ്പോൾ കർമ്മം വേണം എന്നല്ലേ ആവുക? കർമ്മം കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ സുഖദുഃഖങ്ങളും ഭാവി നിശ്ചയിക്കുന്നത്
എന്നാണെങ്കിൽ ഇന്ദ്രന് കർമ്മം ചെയ്യണ്ടേ? അതാണ് ഇവിടെ അങ്ങനെയല്ല പറഞ്ഞത്. ഇന്ദ്രന് കർമ്മം ചെയ്യണ്ടാത്ത രീതിയിൽ പറയണം, വേണ്ടേ? അതിനുള്ള കൃഷ്ണൻ്റെ ഉദ്ദേശം. കഴിഞ്ഞ ജന്മത്തെ ആ ഒരു ആകത്തുകയാണ് ഈ ജന്മം അനുഭവിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ദ്രനെ യാഗം ചെയ്തില്ലെങ്കിലും മഴ കിട്ടേണ്ടവർക്ക് കിട്ടും, ചെയ്യാത്തവർക്കും കിട്ടും എന്നാണ് ഭഗവാൻ ബാധിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഈ വക കർമ്മങ്ങളല്ല, ഇതല്ലാതെ നമ്മൾ കഴിഞ്ഞ ജന്മം ചെയ്ത സൽക്കർമ്മങ്ങളുടെ ബലം ഇപ്പം ഇന്ദ്രന് കൊടുത്തോളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നാണ്. ഏത് സൽക്കർമ്മം ചെയ്താലും അവർ മഴ അനുഭവിക്കേണ്ടവർക്ക് അനുഭവിക്കാൻ പറ്റും, നല്ല ബലങ്ങൾ അനുഭവിക്കേണ്ടവർക്ക് നല്ല ബലം അനുഭവിക്കാം. യാഗം ചെയ്തവർക്ക് മാത്രമേ മഴ കിട്ടണുള്ളൂ, യാഗം ചെയ്യാത്തവർക്ക് കിട്ടണില്ലേ? അപ്പോൾ തീർച്ചയാണല്ലോ ഇതല്ല മഴ പെയ്യിക്കണതെന്ന്. അതുകൊണ്ട് അച്ഛാ, ഏതൊക്കെയോ നമ്മുടെ പൊതുവെയുള്ള കർമ്മങ്ങൾ, ഇന്ദ്രൻ്റെ കാര്യം മാറ്റി വെച്ച് മറ്റ് കർമ്മങ്ങളാണ് സുഖദുഃഖങ്ങളും മഴ വേണോ വേണ്ടേന്നും ഒക്കെ ലഭിക്കണോ ലഭിക്കണില്ലേ എന്നുള്ളതൊക്കെ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ ഉദ്ദേശിച്ചത് ഇന്ദ്രന് മഴ പെയ്യിക്കാനുള്ള ചുമതല കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ചുമതല എന്ന് പറഞ്ഞാൽ എന്താണ്? മേലധികാരി കൊടുത്തത് മാത്രമാണ് ഈ ചുമതല. മതിയിട്ടോ അങ്ങോട്ട് തന്നോളൂ, നാളെ മുതൽക്ക് ഞാൻ വേറെ ആളെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കണ്ടേ? മേലധികാരി ചാർജ് ഏൽപ്പിച്ച ഒരു ദിവസം HMൻ്റെ ഇൻചാർജ് കൊടുത്താൽ അത് ആ പറയണ ദിവസം മാത്രമേ ഉള്ളൂ, നാളെ മുതൽക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കഥ. അപ്പോൾ മഴ പെയ്യിക്കുന്നതിൻ്റെ ചുമതല ഇന്ദ്രന് ഇൻചാർജ് മാത്രമാണ്. ഇതിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ആരാ? സർവേശ്വരനായിരിക്കുന്ന ഭഗവാനാണ്. ആ ഭഗവാൻ പറയുന്നതിനപ്പുറം ചെയ്യാനുള്ള അധികാരം അല്ലെങ്കിൽ കഴിവോ ശക്തിയോ ആർക്കില്ല? ഇന്ദ്രനില്ല. ഇതൊന്നും എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ ചെറുതായിട്ടൊരു ഉദ്ദണ്ഡവാദം ഇന്ദ്രൻ ഇതിൽ യാതൊരു പങ്കും ഇല്ല എന്ന് വാദിക്കുന്നത്. ഇന്ദ്രനൊരു പങ്കില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഇന്ദ്രൻ സർവാധികാരിയല്ല, അതല്ല, കേവലം പറഞ്ഞത് ചെയ്യുക. മഴ പെയ്യിക്കാനുള്ള ചുമതല ഭഗവാൻ കൊടുത്തിടത്തോളം അത് നിർവഹിക്കാം, അത്രയേ ഉള്ളൂ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ദ്രനല്ല മഴ പെയ്യിക്കുന്നത് എന്ന് വാദിച്ചത്. കുറേ ശ്ലോകങ്ങൾ ആ വാദത്തെ സാധൂകരിക്കാൻ വേണ്ടി ഭഗവാൻ വീണ്ടും വീണ്ടും പറയുന്നു. പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഇപ്പം ഈ കുലത്തൊഴിലായിട്ടുള്ള പശുവിനെ നോക്കുക മുതലായ ധർമ്മം വേണ്ട പോലെ നടത്തണം എന്നുണ്ടെങ്കിൽ ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഗോവർദ്ധന പർവ്വതത്തിനാണ് കൊടുക്കേണ്ടത് എന്നാണ്, യാഗമോ പൂജയോ കൊടുക്കേണ്ടതെന്നാണ് ഞാൻ പറയാം. ഇവിടെ നിത്യം വനോഗതത്താത വനശൈല നിവാസിന, വനത്തിലും ശൈലത്തിലും പർവ്വതത്തിലുമായി സഞ്ചരിച്ച് പശുക്കളെ മേയ്ക്കണു നമ്മൾ. ആ ശൈലത്തിന് ഗോവർദ്ധന പർവ്വതത്തിനാണ് ഞാൻ പറയുകയാണെങ്കിൽ കൊടുക്കേണ്ടത്, ഈ പൂജ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയുക. പശുക്കൾക്ക് കുലധനമാണ്, ആ പശുക്കൾക്ക് കിട്ടുന്നതൊക്കെ ഈ ഗോവർദ്ധന പർവ്വതത്തിൽ നിന്നുള്ള പുല്ലല്ലേ കിട്ടണം. അപ്പോൾ പർവ്വതം വിചാരിച്ചാലേ ഇവർക്കൊക്കെ രക്ഷയുള്ളൂ. കൂടാതെ ഈ സദ്ധർമ്മങ്ങളും ചിന്തകളും നിലനിർത്തുന്നത് ബ്രാഹ്മണരാണ്, അതുകൊണ്ട് അവർക്കും കൊടുക്കണം എന്നും പറഞ്ഞു. അല്ലാണ്ട് ഇന്ദ്രന് ഇതിൽ വിശേഷിച്ച് യാതൊരു പങ്കും ഇല്ല എന്ന് പറഞ്ഞ് ഗവാം ബ്രാഹ്മണാനാം അദ്രേച്ചാരംഭ്യതാം മഖ. ഈ യാഗം എന്തിനാക്കി മാറ്റണം? പശുക്കൾക്ക്, ബ്രാഹ്മണർക്ക്, പർവ്വതത്തിന്. ഒന്ന് പർവ്വതം, പിന്നെ പശുക്കളെ പൂജിക്കുക. അത് ഭഗവാന് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പശുക്കളെ പൂജിക്കുക, പശുക്കളെ ബഹുമാനിക്കുക, ഗോമാതാവായിട്ട് കാണുക, വലിയൊരു സംസ്കാരം. ആ പശുവിനെ ബഹുമാനിക്കുക എന്ന സംഗതി നമുക്ക് ഭാരതത്തിലുണ്ട്. അതും കൂടി ഇവിടെ ഭഗവാൻ പശുക്കളെ പൂജിക്കുന്ന, അവർക്ക് പ്രാധാന്യമുള്ള ഒരു ഉത്സവമാക്കിയിട്ടും കൂടി ഇതിനെ മാറ്റണം. അപ്പോൾ യുക്തിയുക്തം പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ കുറേ അതിൽ ശരിയുണ്ടോ എന്ന് തോന്നി. ഭഗവാൻ പറഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ, അത് യുക്തിയുക്തമായിട്ടേ സമർത്ഥിക്കുള്ളൂ. അപ്പോൾ നന്ദഗോപർ ചോദിച്ചു, കൃഷ്ണ, ഈ ഗോവർദ്ധനയാഗത്തിന് എന്തൊക്കെയാണ് വേണ്ടത്? ഭഗവാൻ അതിൻ്റെ പലഹാരങ്ങളൊക്കെ കുറച്ച് വിസ്തരിച്ചു. കാരണം നാളെ തനിക്ക് കഴിക്കാമല്ലോ, സുഖമായിട്ട് അങ്ങനെ കൂടാം. അതുകൊണ്ട് എന്തൊക്കെ വേണം? പായസം, മുറുക്ക്, അപ്പം, അട, മെനു കുറച്ച് നല്ലോണം പറഞ്ഞു കൊടുത്തു ഭഗവാൻ. അതൊക്കെ ഉണ്ടായിക്കോട്ടെ, അപ്പം വേണം, അട വേണം, എല്ലാവിധ പലഹാരങ്ങളും. മുറുക്ക്, ശഷ്കുല്യ എന്ന് പറഞ്ഞാൽ മുറുക്കാണ്, കടിച്ചു പൊട്ടിക്കണ വസ്തുവിനെ മുറുക്ക്, ശഷ്കുല്യ, അതും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ആ ലിസ്റ്റൊക്കെ വളരെയധികം കുറയ്ക്കാതെ തന്നെ കൊടുത്തു. പശുക്കളെ എല്ലാവരും പൂജിക്കുക. വെളിച്ചായ അതിനെ ചീത്ത പറയില്ല എല്ലാവർക്കും ഇഷ്ടം. കാരണം ദേഷ്യം മുഴുവൻ അതിൻ്റെ നേർക്കാ കാണിക്കുക ചില ആൾക്കാർ. ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞേ, അങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞിട്ട് അതെന്ത് പഴിച്ചു പാവം, നമുക്ക് ഗുണമല്ലാണ്ട് അത് യാതൊന്നും ചെയ്യണില്ലാവോ. പാലൊക്കെ കുട്ടിക്കും കൂടി കൊടുക്കാണ്ട് നമ്മൾ ഇരുന്നിട്ട് ആ ചീത്തയും കേൾക്കണം, ചിലപ്പോൾ അടിയും കിട്ടും. അതൊന്നും ഭഗവാൻ സമ്മതിച്ചില്ല. നാളെ അവർ
ശരിക്കും ഒരു ദിവസവും ദ്രോഹിക്കരുത്, നാളെയെന്നല്ല, ഒരു ദിവസവും പശുക്കളെ ദ്രോഹിച്ചുകൂടാ. നാളെ വിശേഷിച്ചും അവരെ ബഹുമാനിക്കേണ്ട ഒരു ദിവസമായിട്ട് എടുക്കുക. മാല ചാർത്തുക, രാവിലെ കർപ്പൂരമൊക്കെ കാണിക്കുക, നന്നായിട്ട് കുളിപ്പിക്കുക, ധാരാളം തീറ്റയൊക്കെ കൊടുക്കുക, ഒരു കാരണവശാലും ചീത്ത പറയാതിരിക്കുക, ദേഷ്യപ്പെടാതിരിക്കുക. മിണ്ടാപ്രാണികളാണ്. ഭഗവാൻ ആ കാരുണ്യമൊക്കെ നല്ലോണം ഉണ്ട്. രാമനും ഉണ്ട്, കൃഷ്ണനും ഉണ്ട്, എല്ലാ ദേവതകൾക്കും ഈ ഭൂതകാരുണ്യം നമ്മൾ ഏത് ദൈവത്തിനെ എടുത്താലും ഉണ്ട്. ശിവനാണോ ഇല്ലാത്ത? അല്ലേ? മാനും പാമ്പൊക്കെയാണ് ശിവൻ്റെ സുഹൃത്തുക്കൾ. ഒരു ജീവികളെയും ഉപദ്രവിക്കില്ല എന്നർത്ഥം. അപ്പോൾ അതുകൊണ്ട് പശുക്കളും മിണ്ടാപ്രാണികളാണ്, നമ്മുടെ കുലധനമാണ്, എല്ലാം കൊണ്ടും ബഹുമാനിക്കേണ്ടതാണ്. അതുകൊണ്ട് അവരെ നാളെ അവരുടെ ഒരു ദിനമായിട്ട് കണക്കാക്കുക. ധാരാളം പുല്ലും വെള്ളവും ഒക്കെ ധാരാളം കൊടുത്ത് ചീത്ത പറയാതെ അതിനെയൊക്കെ തൊട്ട് തലോടിക്കൊണ്ട് അവരുടെ ഒരു ദിവസമായിട്ട് അവർക്ക് തോന്നണം എന്നും ഭഗവാൻ പറഞ്ഞു. പശുക്കളെ ബഹുമാനിക്കാനുള്ള ദിവസം ഗോപൂജ എന്ന് പറഞ്ഞിട്ടൊരു പൂജയൊക്കെ ചെയ്തിട്ടാണ് ഈ പശുക്കളെ ദാനം ചെയ്യണം. ഒരു ദാനം ചെയ്യുക, അമ്പലത്തിലേക്കൊക്കെ ദാനം ചെയ്യുക, അമ്പലത്തിൽ വെച്ചിട്ട് വേറൊരാൾക്ക് ദാനം ചെയ്യും. മന്ത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചില സാക്ഷാൽ മഹാലക്ഷ്മി ആയിട്ടാണ് പശുവിനെ അന്ന് അവർ കാണുക. അപ്പം നാട്ടിലൊക്കെ ചില അമ്പലങ്ങളിൽ അതിനായിട്ടൊരാളിരിക്കും ഈ ദാനം ഒരു പശുവിനെ മറ്റൊരാൾക്ക് കൈമാറാനായിട്ട്. ലക്ഷ്മിയായിട്ട് കണ്ട്, ഗോലക്ഷ്മി ആയിട്ട് കണ്ട് അതിനെ പൂജിച്ച് മേലിൽ ചന്ദനമൊക്കെ ചാർത്തി നല്ലോണം കർപ്പൂരം കാണിക്കുക, മാല ചാർത്തതൊക്കെ ചെയ്തിട്ടാണ് പശുക്കളെ ബഹുമാനിക്കുക. പണ്ടൊക്കെ ഞാൻ ആഫീസിൽ പോകണവരും കൂടി വല്ല പഴവും വാങ്ങി വഴിയൊരു പശു നിൽക്കുന്നുണ്ട് അതിന് കൊടുത്തിട്ടാണ് പോകത്തില്ല, കൈ കഴുകിയിട്ട്. അത്ര ബഹുമാനമാണ് നോർത്ത് ഇന്ത്യയിലെ പശുക്കളെ എന്നാണ് പറയണത്. അപ്പം അവരുടെ ഒരു ദിവസം കൂടിയാണ് നാളെ എന്നങ്ങനെ പറഞ്ഞ് ഗോവർദ്ധന പർവ്വതത്തിന് ഈ പൂജ സമർപ്പിക്കാൻ ഭഗവാൻ പറഞ്ഞു. അവർക്കതൊക്കെ ബോധ്യമായി. എന്നാൽ നീ അങ്ങനെ തന്നെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടുത്തേക്ക് ഈ പറഞ്ഞ വിഭവങ്ങളെല്ലാം നിവേദ്യം ഉണ്ടാക്കി. അപ്പം, മട, പായസം, മുറുക്ക്, നിവേദ്യം മുതലായിട്ടതെല്ലാം കൃഷ്ണൻ പറഞ്ഞതിൽ ഒന്നും കുറയ്ക്കാതെ, അവർക്ക് ഇപ്പോൾ വല്ല വിഷമമുണ്ടോ ഉണ്ടാക്കാനൊക്കെ, എല്ലാം വിവിധ പാത്രങ്ങളിലാക്കിയെടുത്ത് ഘോഷം കൂട്ടി എല്ലാവരും കൂടി സന്തോഷമായിട്ട് ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കാനാണ് കൊണ്ടുപോവാണ്. ഈ നിവേദ്യങ്ങളൊക്കെ മന്ത്രങ്ങളൊക്കെ ചൊല്ലി വേണ്ട പോലെ പൂജ നടത്തിയപ്പോൾ പൂജയുടെ അവസാനം ഒരു അത്ഭുതം ഉണ്ടായി. ഇതുവരെ എന്താ അത്? ശൈലോസ്മീതി പ്രഭൻ ഭൂരി ബലിമാതൽ ബൃഹത്ബബു, വലിയൊരു ശരീരത്തെ സ്വീകരിച്ച് പർവ്വതം അവിടെ അങ്ങോട്ട് വന്നു. ഈ പ്രസാദം അവർ നിവേദിച്ചതെല്ലാം ഭക്ഷിച്ചു. ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരത്ഭുതം ഇവർക്കൊക്കെ തോന്നി. കൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയായിട്ട് ഇതാ വന്നിരിക്കണമല്ലോ. ഇത്രയും കാലം ദേവേന്ദ്രൻ വരവും ഉണ്ടായില്ല, ഈ കൊടുത്തതൊന്നും സ്വീകരിക്കലും ഉണ്ടായില്ല. ഇപ്പോൾ ഒരു കൊല്ലം കൊടുത്തപ്പോഴേക്ക് കണ്ടില്ലേ പ്രത്യക്ഷ ബലം ആ പർവ്വതദേവൻ കാണിച്ചു തന്നത്. ഇനി എല്ലാ കൊല്ലവും ഗോവർദ്ധനത്തിന് തന്നെ നമ്മൾ കൊടുക്കണം. ഉറപ്പായി കഴിഞ്ഞു. അടുത്ത കൊല്ലത്തെ കാര്യം ഇപ്പം തന്നെ തീരുമാനിക്കലായി അവിടെ നർത്ഥം. എല്ലാവരും തിരികെ വന്നു. ഗോകുലത്തിൽ സന്തോഷമായി. കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് മാത്രം സന്തോഷമായില്ല. അതെപ്പോഴും ഉണ്ടാവും അങ്ങനെ ഒരാൾ, ദേവേന്ദ്രൻ. താഴത്തേക്ക് നോക്കി തനിക്ക് കൊടുക്കേണ്ട ദേവപൂജയായിട്ടുള്ള യാഗമാണ് ഇവിടെ പശുവിനെ മേച്ച് നടക്കുന്ന കൃഷ്ണൻ മുടക്കിയിരിക്കുന്നത്. ആഹാ, ഇത്ര ധിക്കാരം ഈ കൃഷ്ണനുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഞാൻ കാണിച്ചു കൊടുക്കാം. ഗണം സാമ്പർത്തകം നാമമേഘാനാം നാച്ച അന്ധകാരിണാം ഇന്ദ്രപ്രചോദയർ ക്രുദ്ധോ വാക്യം ചാകേശമനുത. സമ്പർത്തക മേഘങ്ങളെ കൊണ്ട് വിളിച്ചു. തൻ്റെ കീഴിലാണല്ലോ മേഘങ്ങളൊക്കെ. അഹോ ശ്രീമദമാഹാത്മ്യം ഗോപാനാം കാനനൗകസാം. കാട്ടുകൂടെ പശുവിനെ മേച്ച് നടക്കണ ആ കൃഷ്ണൻ്റെ അഹങ്കാരം ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ആരാണോ എന്ന് കൃഷ്ണൻ അറിയണ ദിവസമാണ് ഇന്ന്. കൃഷ്ണം മർത്യമുപാശ്രിത്യ ചക്രുർദേവകേളനം. മനുഷ്യനായ കൃഷ്ണൻ ദേവന്മാരെ അപമാനിക്കാൻ തുടങ്ങിയോ? അതിന് മാത്രം ആയോ കൃഷ്ണൻ? ഈ ഭഗവാൻ കൊടുത്ത ഐശ്വര്യവും ശക്തിയുള്ളൂ കേട്ടോ ദേവേന്ദ്രന്, അല്ലാതെ വല്ലതും ഉണ്ടോ? അത് മറന്ന് ആ കൃഷ്ണനെ അപമാനിച്ചു. കൃഷ്ണം മർത്യമുപാശ്രിത്യ. വെറും മനുഷ്യൻ. മനുഷ്യഭാവത്തിൽ വന്നാൽ മനുഷ്യഭാവത്തിലിരിക്കണം. ദേവന്മാരോട് വെല്ലുവിളിക്കാൻ നിൽക്കുക, അപമാനിക്കാൻ നിൽക്കുക, അതാണോ ചെയ്യുക? എന്തായാലും മഴ പെയ്യുക, നിൽക്കാത്ത മഴ പെയ്യട്ടെ, ആ ഗോകുലം മുഴുവന വെള്ളത്തിൽ പോയിട്ട് താഴട്ടെ. ബാചാലം ബാലിശം സ്തബ്ധമജ്ഞം പണ്ഡിതമാനിനം. ഒരു ചുക്കും അറിയൂല്ല, വാക്കുകൾ മാത്രം പറഞ്ഞ് പണ്ഡിതമാനിനൻ, പണ്ഡിതനാണെന്ന് നടിക്കുന്ന ആ കൃഷ്ണൻ്റെ ശ്രേയസ് എല്ലാം ഇന്ന് ഞാൻ നശിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ദുനിത ശ്രീമതസ്തംഭം പശുന്നയത സംക്ഷയം. ആ പശുക്കളെയൊക്കെ ഞാൻ ഇപ്പം വെള്ളത്തിൽ മുക്കും. ശ്വാസം മുട്ടിച്ചാവും ഇവരൊക്കെ. ആ ക്രൂരതയെ ആലോചിച്ച് നോക്കൂ. ഒന്നും
തന്നെ വെള്ളത്തിന് പുറത്ത് കാണാത്ത വിധം വെള്ളത്തിൽ മുക്കിയില്ലേ? പ്രളയാണ്ട് വന്നാൽ വല്ല നിർത്തിയുണ്ടോ? ആ ഗോകുലത്തെയും കൃഷ്ണനെയും ഗോപവാസികളെയും വെള്ളത്തിലാണ് മുക്കന്നെ. അഹം ചൈരാപദം നാഗം ആരുഹ്യാനുപ്രജേ വ്രജം ആരുഹ്യാനുപ്രജേ വ്രജം. ഐരാവതം എന്ന അൽക്കൊമ്പനാനയുടെ മുകളിൽ കയറിയിട്ടിതാ വജ്രായുധം അങ്ങനെ ഇളക്കി ഇടിങ്ങിട്ട് വെട്ടാൻ തുടങ്ങുകയാണ്. ഗംഭീരമായിട്ടുള്ള നിർക്കാത്ത മഴ. തൂണാത്തൂല വർഷധാരാമുഞ്ചബ്രേഷ ഭീഷ്ണശ. നിൽക്കാതെ അങ്ങോട്ട് മഴ പെയ്താൽ പ്രളയം ഉണ്ടാവും ഇല്ലേ? ഒരിക്കലും നിൽക്കാതെ അങ്ങോട്ട് മഴ 2 മണിക്കൂർ 4 മണിക്കൂർ പെയ്താൽ എന്തൊരവസ്ഥയായിരിക്കും അത്. ജലൗകേ പ്ലാവ്യമാന പൂർണ്ണാധിഷ്ഠിത നതോന്നതം. ഉയർച്ച താഴ്ചയൊന്നും കാണാണ്ടേ വെള്ളമൊക്കെ ലെവലല്ലേ നിൽക്കുക. ഉയർച്ചയുണ്ടാവില്ല താഴ്ചയുണ്ടാവില്ല. നതോന്നതം ആണ് ഈ നതോന്നത എന്ന വൃത്തം പറയാൻ കാരണം. ഉയർന്ന താണ് വഞ്ചിപ്പാട്ട് അങ്ങനെയുള്ളു. വഞ്ചി ഉയർന്നിട്ടും താണിട്ടാ പോവുക. ഒന്നങ്ങനെ പൊന്തും പിന്നെ അങ്ങനെ താഴും പിന്നെ അങ്ങനെ പൊന്തും ഇങ്ങനെ. അത് നതോന്നത. ഇവിടെ നതോന്നതം ഉയർച്ച താഴ്ച കാണാതെ വെള്ളം. ഇവിടുന്നാണ് നോക്കിയാൽ വെള്ളം അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഗോകുലത്തിൽ. ആ മാതിരി വെള്ളം പെയ്യുകയാണ് ഇന്ദ്രൻ ചെയ്തത്. ശിലാവർഷ്ടനിപാതേന കന്യമാനമചേതനം നിരീക്ഷ ഭഗവാൻ മേനെ കുബുദേന്ദ്ര കൃതം ധരി. ആലിപ്പഴം കൂടി മുള്ളുന്ന് വീണു. ഐസ് കട്ട വീഴാൻ തുടങ്ങിയതാണോ? അല്ലാണ്ട് തണുപ്പുകൊണ്ടേ ഐസ് കട്ട വീഴാൻ തുടങ്ങി. തുമ്പിക്കൈ വണ്ണത്തിൽ മഴ ഇങ്ങോട്ട് പെയ്യണു. ഇടിയങ്ങനെ വെട്ടി. എല്ലാവർക്കും ഭയം ഉണ്ടായി. ഈശ്വര കൃഷ്ണ രക്ഷിക്കണേ, ഈ വെള്ളത്തിൽ പെട്ടിട്ട് ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോണത്? കൃഷ്ണ കൃഷ്ണ മഹാഭാഗ തൊന്നാദം ഗോകുലം പ്രഭോ. അങ്ങ് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഗോകുലത്തിലാണ് ഇന്ദ്രൻ കൈ വെച്ചിരിക്കണം. ശരിയാവൂ അത്? ശിലാവർഷ നിപാതേന കന്യമാനമചേതനം. ശിലാവർഷം ഐസ് കട്ട മഞ്ഞുകട്ട കന വീഴാൻ തുടങ്ങുകയാണ്. ഭഗവാൻ നോക്കി. ആഹാ, ഇന്ദ്രൻ്റെ വരവുണ്ടാവും. ഭഗവാൻ മുമ്പ് തന്നെ ചിന്തിച്ചിരിക്കുന്നത് ഒരു അത്ഭുതേ അല്ല. എപ്പോഴാണ് പെയ്യണമെന്നേ ഉള്ളൂ, എത്ര പെയ്യിക്കുന്നേ ഉള്ളൂ. വല്ല അത്ഭുതമുണ്ടോ? സീത അപഹരിക്കപ്പെടുമെന്ന് വന്ന് അപഹരിച്ച് കൊണ്ടുപോയപ്പോൾ തന്നെ രാവണൻ തൻ്റെ വരവുണ്ടാമിനിപ്പോൾ എന്നു ദേവേശൻ ചിന്തിച്ചാലേ. രാവണൻ വന്നപ്പോഴൊന്നുമല്ല അറിഞ്ഞിട്ടുള്ളൂ, അതിന് മുമ്പേ മനസ്സിലാക്കിയിട്ടുണ്ട് ഇല്ലേ? ശാരീജനെ വരച്ചപ്പോൾ തന്നെ മനസ്സിലായി രാവണൻ തൻ്റെ വരവിഞ്ഞി ഉണ്ടാവും. ഭഗവാനെല്ലാം കണക്കാക്കിയിട്ടുണ്ട്. എന്ന പോലെ ഇവിടെ ഇന്ദ്രൻ തന്നെയാണ് ഇതിൻ്റെയൊക്കെ കർത്താവ് എന്നങ്ങനെ ചിന്തിച്ചു. അയ്യോ കൃഷ്ണ രക്ഷിക്കണേ, രാമ രക്ഷിക്കണേ. മഴ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല. തണുത്ത് വിറച്ച് പശുക്കളൊക്കെ വല്ലാത്തൊരവസ്ഥയിലായിത്തതും. ഇങ്ങനെ പെയ്യുകയാണെങ്കിൽ പലർക്കും ജീവനാശം വരെ സംഭവിക്കും. കൃഷ്ണാന്നങ്ങനെ പറയേണ്ട താമസം ഇങ്ങോട്ട് പോര്. ഞാൻ എന്തേ പറഞ്ഞ് ഈ ഇന്ദ്രൻ എന്തെങ്കിലും കാട്ടില്ല എന്നൊന്നും ഇപ്പം ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ കാട്ടട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഗോവർദ്ധന പർവ്വതത്തിന് യാഗം ചെയ്താൽ അത് നമ്മളെ രക്ഷിക്കുന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ. ഇന്ദ്രനൊന്നും ചെയ്യില്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഗോവർദ്ധന പർവ്വതം നമ്മളെ രക്ഷിക്കും. ഇങ്ങോട്ട് വരൂ, ആ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടുത്തേക്ക് നമുക്കാണ്ട് പോവാം. എല്ലാവരെയും കൂട്ടി മഴയ്ക്കുണ്ട് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അടുത്തേക്കാണ് പോവുകയാണ്. ഇത്യുത്തേകേന കത്തേന കൃത്വാ ഗോവർദ്ധനാചലം ദധാര ലീലയാ കൃഷ്ണം ഛത്രാഗമിവ ബാലക. ഒരൊറ്റ ഇടി ആ പർവ്വതത്തിൻ്റെ മുകളിലാണ് കൊടുത്തു. പർവ്വതം കടന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു. അതിനെ പൊക്കി പിടിച്ച ഹേംബതാത പ്രജോകസ. അമ്മേ അച്ഛാ പ്രജവാസികളെ എല്ലാവരും ഇതിൻ്റെ ചോട്ടിലേക്ക് വന്ന് നിന്നോളൂ. ഇന്ദ്രനൊരു വസ്തും ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നങ്ങനെ പറഞ്ഞ് അച്ഛനെ ക്ഷണിച്ചു, അമ്മയെ ക്ഷണിച്ചു, ഉപവാസികളെ ക്ഷണിച്ചു. പശുക്കളൊക്കെ ഭഗവാന്റെ അടുത്ത് വന്നു. ഒരു പശുവിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുന്നതായിട്ട് ഏകഹസ്തേന കണ്ടൂയതി എന്ന് പറഞ്ഞിട്ടൊരു ഉപമ നാരായണീയത്തിൽ അവിടെ പ്രയോഗിച്ചു. മേപ്പത്ത് ഒരു കൈ കൊണ്ട് ചൊറിഞ്ഞു കൊടുക്കണം. ഒരു കൈ മതിയെന്നായി പർവ്വതം പിടിക്കാൻ. 2 കൈയൊന്നും വേണ്ടി വന്നില്ല. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ 7 ദിവസം ഈ വൃക്ഷത്തിൻ്റെ ഈ പർവ്വതത്തിൻ്റെ താഴെ അവരാണ് നിന്നു. കുന്നെടുത്ത് കുടയാക്കിയതല്ല കുന്നിമാലയണിഞ്ഞതും കുഞ്ഞിക്കൈയിൽ കുഴലുമോതുന്നൊരുണ്ണി കൃഷ്ണനെ കൈതൊഴുന്നേൻ. ഓടക്കൊയിലൂതി ഒരു കൈ കൊണ്ട് പിടിച്ച് ഒരു കൈ പശുവിനെ തലോടി 7 ദിവസം ഛത്രാകം ഇവ ബാലക. കുട പിടിക്കണ പോലെ 3 ഫോൾഡ് കുട പിടിക്കണ ആ ഒരു വിഷമം കൂടി ഉണ്ടായില്ല ഭഗവാന് ഗോവർദ്ധനം പിടിക്കാൻ. സുഖമായിട്ടൊരു കുട പിടിക്കണ പോലെ പിടിച്ചു. നമ്മുടെ കുട ചോരുമില്ല, ഇത് ചോരുമില്ല. ഒറ്റലേശം വെള്ളം കൂടി ചോരാതെ അതിൻ്റെ ഉള്ളിലെല്ലാവരും 7 ദിവസം നിന്നു. അവർക്ക് തോന്നി അങ്ങനെ നിൽക്കുക നല്ലത്, മഴ അവിടെ പെയ്തോട്ടെ. മഴ ബാധിക്കാത്തവർക്ക് തോന്നില്ലേ മഴ പെയ്യുമ്പോൾ നല്ല സുഖമാണെന്ന്. അത് കാണുമ്പോൾ വിഷമമുള്ളവർക്കല്ലേ ഇപ്പം അതിൻ്റെ വിഷമം അറിയുള്ളൂ. പക്ഷെ സുഖമായിട്ട് ഇങ്ങനെ പെയ്യട്ടെ, എന്താ നമുക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല, അപ്പം ഇങ്ങനെ പെയ്യട്ടെ എന്നൊരു തോന്നില്ല. പക്ഷെ അല്ലാത്തവർക്ക് അത് അങ്ങനെയില്ല. മഴ കാണുമ്പോൾ
വയറ് കത്തുന്ന ആൾക്കാരുണ്ടാവും. ശരായി മഴ, ഇനിയിപ്പോൾ എന്തൊക്കെയാണ് പറ്റിക്കുക. ഇവർക്ക് നേരെ തിരിച്ചാ തോന്നിയേ, പെയ്യട്ടെ അവിടെ പെയ്തോട്ടെ, ഭഗവാന്റെ കൂടെ തമാശയും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കണ സുഖം ഈ ലോകത്തിൽ വേറെ എവിടെ പോയാലുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തൊന്നും പോകണ്ട. പോയാൽ പിന്നെ ദുഃഖവും പ്രാരബ്ധ. അതിന് നല്ലത് എന്താ അറിയോ, ഇവിടെ നിൽക്കുക നല്ലതാണ്. ആ ഒരു തോന്നലല്ലേ. സപ്താഹത്തിൻ്റെ ഇടയിൽ 7 ദിവസം നമുക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദുഃഖം അറിയില്ല. അത് കഴിഞ്ഞിട്ട് ഇനി പ്രാരബ്ധത്തിലേക്ക് പോകണ്ടേ എന്ന് തോന്നുന്നത് പോലെ ആ പർവ്വതത്തിൻ്റെ മുകളിൽ 7 ദിവസം തന്നെ അത്ര ഉണ്ടായത്. ഇതും സപ്താഹമാണ് ഒരു തരത്തിൽ. മഴയണ പുറത്തെന്ന് മാത്രമേ ഉള്ളൂ. തമാശയൊക്കെ പറഞ്ഞ് ആ ഓവികൾ, ആ പശുക്കൾ ഒക്കെ ഭഗവാന്റെ കാലിൽ മണത്തുകൊണ്ടും ഒരുമി കൊണ്ടും സുഖമായിട്ട് നിന്നു. ആർക്കും അതിൻ്റെ പുറത്തേക്ക് പോകണമെന്നേ ഉണ്ടായില്ല എന്ന് പറയാണ്. അങ്ങനെ പറ്റില്ലല്ലോ. മഴയൊക്കെ പോയി. ഇന്ദ്രൻ്റെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെ ഉണ്ട് തീർന്നു. ഇത്ര ക്വാട്ടാന്ന് കൊടുത്തിട്ടുണ്ട്. ആ വിദ്വാൻ അത്രയേ പറ്റും. അത് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാന്റെ ലക്ഷ്യം. പെയ്യിക്കണത് ഇന്ദ്രനാണെങ്കിൽ എല്ലാവരും തൻ്റെ നിയന്ത്രണത്തിൽ. അതിലപ്പുറം ഒരു പോയിന്റ് പോവാൻ ഇന്ദ്രന് അധികാരമോ ശക്തിയോ ഇല്ല. തൻ്റെ ഇച്ഛയ്ക്ക് വിധേയമായിട്ട് പറഞ്ഞതനുസരിക്കാനുള്ള ശക്തിയേ ഇന്ദ്രനുള്ളൂ. ഇപ്പോൾ വേഗം എന്ത് ചെയ്തു, പാത്രങ്ങൾ, മറ്റു കലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ നിത്യോപയോഗ വസ്തുക്കളൊക്കെ ഇതിൻ്റെ താഴത്തേക്ക് അങ്ങനെ എടുത്തിട്ടുണ്ട്. മഴയൊക്കെ ഉണ്ട്. പോയപ്പോഴോ എല്ലാവരോടും പുറത്ത് കിടക്കാൻ പറഞ്ഞു. ഇതാ പർവ്വതം താഴ്ത്ത് വയ്ക്കുകയാണ്, ആരും ഇവിടെ നിൽക്കണ്ട. പർവ്വതത്തിൻ്റെ അടിയിൽ പെട്ടാൽ പിന്നെ നിവൃത്തി ഉണ്ടാവില്ല ഞാൻ വിചാരിച്ചാൽ. അവിടെ എല്ലാവരും പുറത്തേക്ക് കടന്നോളൂ. എല്ലാവരും പുറത്തേക്കാണ് കടന്നു. ഗോവർദ്ധന പർവ്വതം അവിടെയുണ്ട് വെച്ചു. കൃഷ്ണൻ്റെ ഈ കാര്യങ്ങൾ കണ്ട് എല്ലാവരും ഭഗവാനെ തുതിച്ചു. തൊട്ട പുഷ്പവർഷാണി പാർത്ഥിവ രാജാവേ. എല്ലാവരും ഭഗവാന്റെ നേരെ പുഷ്പവൃഷ്ടി പൊഴിച്ചു. ശംഖനാദം മുഴക്കി, വാദ്യഘോഷം മുഴക്കി. എല്ലാവർക്കും കൃഷ്ണൻ്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് അത്ഭുതമായി എന്ന് പറയുക. ഏവം വിധാനി കർമാണി ഗോപ കൃഷ്ണസ്യ വീക്ഷ്യതേ. എല്ലാവർക്കും ഇത്തരം കൃഷ്ണൻ്റെ പരാക്രമങ്ങൾ കണ്ട് അത്ഭുതപ്പെട്ടു. കൃഷ്ണൻ്റെ ജാതകത്തെക്കുറിച്ച് നന്ദഗോപരോട് ചോദിച്ചു. ഇപ്പോൾ ഗർഗമഹർഷി പറഞ്ഞിട്ടുള്ള അത്ഭുതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. വെറുതെ എല്ലാ ഗർഗം പറഞ്ഞത് ആ കണ്ടോ, കൃഷ്ണൻ കാണിക്കണ ഓരോ പ്രവൃത്തിയും അത്ഭുതമാണ് എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചതിന് ശേഷം ഇന്ദ്രൻ ഭഗവാനെ തുതിച്ചു. അതാണ് അവിടെ വിശുദ്ധ തത്തന്തവദാമചാന്തം തപോമയം ദത്തരജസ്തമസ്കം മായാമയോയം ഗുണസംപ്രവാഹോ ന വിദ്യതേ തേ ഗ്രഹണാനുബന്ധ. വിശുദ്ധ തത്വസ്വരൂപത്തോടു കൂടിയിട്ട് രജസ്തമോ ഗുണങ്ങളൊന്നും ഇല്ലാത്ത ശാന്തമായ സ്വരൂപത്തോടു കൂടിയിട്ടുള്ള സർവേശ്വര അങ്ങേക്ക് നമസ്കാരം എന്ന് പറയണം. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക, അത് ഭഗവാന്റെ ഒരു പ്രത്യേക ഉള്ള കാര്യം തന്നെയാണ്. പ്രത്യേകത ഇല്ലാത്ത കാര്യമാണെന്ന് പറയാവും നല്ലതല്ലേ. സാധാരണ ഭഗവാൻ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാനിവിടെ തെറ്റ് ചെയ്തു, ഈ ശിക്ഷ എനിക്ക് സമുചിതം തന്നെ എന്ന് പറയുകയാണ്. സർവേശ്വര, എന്നെപ്പോലുള്ളവർ അല്പം ചില ഐശ്വര്യങ്ങൾ ഉണ്ടാകുമ്പോഴും അത് എൻ്റെ കഴിവാണെന്ന് വിചാരിച്ച് അഹങ്കരിക്കുന്നുണ്ട്. അതിന് ഭഗവാൻ തക്കതായ ശിക്ഷ കൊടുത്ത് ഇല്ലാതെയാക്കലും പതിവുണ്ട്. അതുകൊണ്ട് ക്ഷന്തം പ്രബോധ അർഹതി മൂഢ ചേതസോ, അറിവില്ലായ്മ കൊണ്ട് അങ്ങേ വെല്ലുവിളിച്ച് ചെയ്തിട്ടുള്ള ഈ തെറ്റങ്ങ് ക്ഷമിക്കണമേ. ഇത്തരത്തിലുള്ള ബുദ്ധി മേലിൽ എനിക്കുണ്ടാവരുതേ. മൈവം പുനർപൂർമതിരീശമേ അസതി. ഈ ദിശി അസതി മതി മൈവം പുനർഭൂ, വീണ്ടും ഉണ്ടാവരുത്. ഇത്തരത്തിലുള്ള ഭഗവാനെ പരീക്ഷിക്കുക മുതലായ പ്രവൃത്തികളുടെ തെറ്റ്, പാപം ഇനി ഞാൻ ചെയ്യാൻ ഇടവരരുത്. ഭഗവാനും പുരുഷാനും മഹാത്മാവുമായിട്ടുള്ള അങ്ങയ്ക്ക് നമസ്കാരം. കൃഷ്ണായ വാസുദേവായ സത്വദാമ്പതയെ നമാകൃഷ്ണനും വാസുദേവനും നമസ്കാരം. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പല രൂപത്തെ എടുക്കുന്ന ഭഗവാന് നമസ്കാരം. അങ്ങയുടെ ഗോകുലത്തെ ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചത് വലിയ തെറ്റായി പോയി എന്ന് സർവേശ്വര ഇപ്പം എനിക്ക് മനസ്സിലായി. ആരോടാണ് ഞാൻ കളിച്ചത്? ഒരിക്കലും കളിക്കാൻ പാടാത്ത ആളോടാണ് എന്ന് ആ ബുദ്ധി അപ്പനിക്ക് പോവാത്ത തെറ്റിനെനിക്ക് മാപ്പ് തരണേ സർവേശ്വര എന്ന് പറഞ്ഞ് ഇന്ദ്രൻ കാമധേനുവിനെ കൊണ്ടുവന്ന് പാലുകൊണ്ട് ഗോവിന്ദൻ എന്ന പേരോട് കൂടിയിട്ട് അഭിഷേകം ചെയ്തു. അന്ന് മുതൽക്കാണ് ഭഗവാൻ ഗോവിന്ദനായത് എന്ന് പറയുകയാണ്. ഏവം കൃഷ്ണമുപാമന്ത്ര്യ സുരഭിപ്പയസാത്മന ചലൈരാകാശഗംഗായ ഐരാവതകരോത്തൈ ഇന്ദ്രസുരക്ഷഭിസാകം നോദിതോ ദേവമാതൃഭി അപ്യഷിഞ്ചരദാർശാർഗം ഗോവിന്ദ ഇതി ജപ്യതാൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ
ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ 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 എന്ന നാമത്തോട് കൂടിയിട്ട് അഭിഷേകം ചെയ്തു. ആ പശുക്കളുടെ നേതാവായിട്ട് എല്ലാവരും ഭഗവാനെ തുതിച്ചു. തത്രാഗത തുമ്പുരു നാരദാദയോ, തുമ്പുരു നാരദൻ മുതലായിട്ടൊരു ഗന്ധർവവിദ്യാധരന്മാരൊക്കെ വന്നിട്ട് ഭഗവാനെ തുതിക്കുക, പ്രദക്ഷിണം വയ്ക്കുക മുതലായിട്ടതൊക്കെ ചെയ്തു. അന്ന് മുതൽക്ക് കൃഷ്ണൻ ഗോവിന്ദനായി എന്നും പറഞ്ഞ് ഇന്ദ്രയജ്ഞഭംഗത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. വരുണനിൽ നിന്ന് നന്ദഗോപരെ രക്ഷിച്ച ഒരു കഥാഭാഗമാണ് അടുത്തത്. പിന്നെ രാസക്രീഡ എന്ന പരമപ്രധാനമായിരിക്കുന്ന ശ്രീമദ് ഭാഗവതത്തിലെ ഏറ്റവും പ്രധാന ഭാഗമാണ് അടുത്തത്. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോതി യദ്യസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.